ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു വലിയ റിവിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഭരണഘടനയിൽ നിന്ന് 50 ചോദ്യങ്ങളിൽ മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ എന്നൊരു ഭാഗം പറയുന്നുണ്ടല്ലോ സിലബസിൽ. ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ആ ഭാഗത്ത് നിന്നൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇതന്നെ നോക്കിയപ്പോൾ 50-ൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് നോക്കൂ, എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. നല്ലൊരു റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്താലും മതി, എന്നാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോൾ? ശ്രദ്ധിക്കുക, ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതാണ് ചോദിച്ചിട്ടുള്ളത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതും ഒക്കെ നമുക്ക് അറിയായിരിക്കും. ചോദ്യം എന്താണ്? അംഗീകരിച്ചതാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? അതെ, ഓപ്ഷൻ ഡി, 1947 ജനുവരി 22. അതിലാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. അവതരിപ്പിക്കുന്നതാണ് 1946 ഡിസംബർ 13. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ബാക്കി ദിവസങ്ങളുടെ ഇമ്പോർട്ടൻസ് അറിയാവോ? 1946 ഡിസംബർ 6-നാണ് എന്ത് സംഭവിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9, രണ്ടാമത്തതാണ് ഡിസംബർ 11, രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനാവുന്നത്. പിന്നെ ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത്. 1947 ജനുവരി 22-നാണ് എന്ത് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ മതി കേട്ടോ, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ മതിയെ, കാരണം ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ ഡയറക്റ്റ് ആൻസേഴ്സിലേക്ക് പോവാണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയാണ് വേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389. ശരിയാണ്. നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം 3 ആണ്. അതും ശരിയാണ്. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 297 ആയിരുന്നു. 297 ആണോ? അല്ല, 299 ആണ്. എന്ത്? ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 299 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ശരിയായിരുന്നു വേണ്ടത്. 1ഉം 2ഉം അല്ലേ ശരിയായിട്ടുള്ളത്? അപ്പൊ ഏത് വരും? ഓപ്ഷൻ സി വരും. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മൂന്നാമത്തത് തെറ്റിയത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികൾ 3 എന്ന് പറയുന്നു. ആരൊക്കെയാണത്? അതൊക്കെ എപ്പോഴും പറയുന്നത് തന്നെയാണ്. ആനി മസ്ക്രീൻ ഉണ്ട്, അമ്മു സ്വാമിനാഥൻ ഉണ്ട്, പിന്നെ ആരാണുള്ളത് മൂന്നാമത്തത്? ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരുമാണ് 3 മലയാളി വനിതകൾ എന്ന് പറയുന്നത്. പക്ഷെ ആകെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 17 ആണ്. ആകെ മലയാളികളുടെ എണ്ണം ചോദിച്ചാലും 17 ആണ്. മനസ്സിലായല്ലോ? ആകെ മലയാളികൾ 17, ആകെ സ്ത്രീകൾ 17. അതിൽ മലയാളി സ്ത്രീകൾ എത്രയെന്ന് ചോദിച്ചാലാണ് 3 വരിക. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 4ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വനിത ആര്? ഓപ്ഷൻ ബി, ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആണ്. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ ആണല്ലോ. ലോകസഭാ അംഗമായ ആദ്യ മലയാളി വനിതയും ആനി മസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വനിതയാണ് ആര്? ആനി മസ്ക്രീൻ. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ ആയിരുന്നത് ആര്? നിയമ ഉപദേശകൻ 2 ഓപ്ഷൻസേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ ആൻസർ ഉള്ളതുകൊണ്ട് അടുത്തത് ഞാൻ നോക്കിയിട്ടില്ല. ഏതാണ്?
5 ഓപ്ഷൻ BN റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ ആയിരുന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ആമുഖം എന്ന ഭാഗത്തേക്കാണ്. ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, കാണാലോ. ഇങ്ങനെ ആക്കുന്ന കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കുന്നത് ഓപ്ഷൻ B ജവഹർലാൽ നെഹ്റു ആണ്. ആ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മനസ്സിലായോ? അതായത് നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡിസംബർ 13 1946 ഡിസംബർ 13 ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ആമുഖം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാലും നെഹ്റു തന്നെയാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെ? അപ്പോൾ ആമുഖത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് കൊണ്ട് കിട്ടുമല്ലോ അല്ലേ? ഓപ്ഷൻ B ആമുഖമാണ് ശരിയായ ഉത്തരം. സാധാരണ തിരിച്ചു ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ NA പൽക്കിവാല. കുറേ വിശേഷണങ്ങളുണ്ടല്ലോ, ആത്മാവും ഹൃദയവും, അതേപോലെ ആത്മാവും താക്കോലും, താക്കോൽ, കീനോട്ട്, അതൊക്കെ പഠിക്കണേ. ഞാനിപ്പോൾ പറയുന്നില്ല, ലെങ്തി ആയിപ്പോവും. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി ഈ 3 പദങ്ങൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്ന് നമ്മൾ പറയും അല്ലേ? അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ B 42ാം ഭേദഗതി 1976 കേട്ടോ. 1976. ആ സമയത്തെ പ്രധാനമന്ത്രി ആര്, രാഷ്ട്രപതി ആര് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുവേ. അത് നിങ്ങൾ നോക്കണം. എനിക്ക് തോന്നുന്നു താഴേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യം ഏത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ അധികാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ്? ഓപ്ഷൻ C പരമാധികാരമാണ് ആൻസർ വരിക. ഓപ്ഷൻ C പരമാധികാരം. അഞ്ചാമത്തെ ചോദ്യം, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായതാണേ വേണ്ടത്. വായിച്ചു നോക്കാം. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ശരിയാണ്. 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. അപ്പോൾ ശരിയായതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ D 1ഉം 2ഉം ശരിയാണ്. ആറാമത്തെ ചോദ്യം, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അതാ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ. 1976 42ാം ഭേദഗതി. ആ സമയത്ത് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി? അതെ, ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഈ ഭേദഗതി സമയത്ത് രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റുമാണ്. 1976 42ാം ഭേദഗതി. അപ്പം എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആകെ ഒരു തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ C അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? എല്ലാം ഇല്ലേ? നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ D ഇവയെല്ലാം എന്ന് വരും.
ഓക്കെ. 9ാമത്തെ ചോദ്യം, ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. ഓപ്ഷൻ ബി, BR അംബേദ്കർ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? 1949 നവംബർ 26. ഓക്കെ. 1949 നവംബർ 26 അതിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് പൗരത്വത്തിൽ നിന്നെടുക്കാം. ഓക്കെ. ആമുഖം നിലവിൽ വന്നത് എന്നാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണ്? അതെപ്പോഴും എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത്. ആമുഖം എങ്ങനെയാ തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ് അല്ലേ? ആമുഖമാണ്. ഓക്കെ. വേറെ ഒന്നും പറയാനില്ല. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചത്. തെറ്റായതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കാണുന്നില്ല അല്ലേ? ഇപ്പം കാണാലോ. ഓക്കെ. ഇതിൽ തെറ്റായതാണ് വേണ്ടത്. ഒന്ന് വായിച്ചു നോക്കാം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ്. ശരിയാണ്. അടുത്തതോ, ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതും ശരിയാണ്. ഓക്കെ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വന്നത് 1957 പറയുന്നത്. ശരിയാണോ? അല്ല, 1955. അപ്പം നമുക്ക് തെറ്റായത് കിട്ടിക്കഴിഞ്ഞു. ഡിയും കൂടി നമുക്ക് വായിച്ചു നോക്കാം. ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് 5 മാർഗങ്ങളിലൂടെയാണ്. 5 മാർഗങ്ങളിലൂടെയാണെന്നാണ് പറയുന്നത്. ശരിയാണല്ലോ? അതെ, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വന്നത് 1955, 57. ഓക്കെ. 5 മാർഗങ്ങൾ ഏതൊക്കെയാണ്? അത് നമുക്ക് അവസാനം പറയാം. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പറയാം. 2ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ശ്രദ്ധിക്കുക, ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉൾപ്പെടാത്തതാ ചോദിച്ചത്. അപ്പോൾ ഏതോ ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഓപ്ഷൻ എ പരിത്യാഗമാണ്. ഓപ്ഷൻ ബിയിലുള്ളത്, ഓപ്ഷൻ എ ഞാൻ ഇവിടെ എഴുതി ചേർക്കാം. ഓപ്ഷൻ എ എന്താണ്? പരിത്യാഗം. ഓക്കെ. പരിത്യാഗം, രജിസ്ട്രേഷൻ, പൗരത്വ അപഹരണം, നിർത്തൽ ചെയ്യുന്നത് മൂലം. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? രജിസ്ട്രേഷനാണ്. ബാക്കിയെല്ലാം പൗരത്വം നഷ്ടപ്പെടുന്ന 3 മാർഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ. രജിസ്ട്രേഷൻ എന്താണ്? രജിസ്ട്രേഷൻ പൗരത്വം നേടുന്ന 5 രീതികളിൽ ഒന്നാണ് രജിസ്ട്രേഷൻ. ഓക്കെ. അപ്പോൾ 5 എണ്ണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 5 എണ്ണം. ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം. എന്താണ്? ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം. 2ാമത്തത് എന്താണ്? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. എന്താണ്? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3 എന്ത് പറയാം? 3 രജിസ്ട്രേഷൻ പറയാം. 3 രജിസ്ട്രേഷൻ. പിന്നെ ഏതാണ്? 5 എണ്ണം ഉണ്ട്. 4ാമത്തത് ചിരകാലവാസം. ഓക്കെ. 5ാമത്തത് പ്രാദേശിക സംയോജനം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, 3 രജിസ്ട്രേഷൻ, 4 ചിരകാലവാസം, 5 പ്രാദേശിക സംയോജനം മൂലം. ഈ 5 രീതികളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയുന്നത്. ഓക്കെ. 3ാമത്തെ ചോദ്യം, പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് ആരിലാണ്? സുപ്രീം കോടതി അല്ല കേട്ടോ, തെറ്റിക്കരുത്. ഓപ്ഷൻ ബി പാർലമെന്റ് ആണ് ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി ബില്ല്
2019 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ. ഓക്കെ, നോക്കൂ. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2019 ഡിസംബർ 10-നാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും. നിലവിൽ വന്നത് 2019 ഡിസംബർ 10-നല്ല. ഓക്കെ, ബാക്കി വായിച്ചോക്കാം, എന്നിട്ട് പറയാം. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. അത് ശരിയാണ്. മൂന്നാമത്തത്, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതും ശരിയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി അല്ല. അതുകൊണ്ട് അതും തെറ്റാണ്. നമുക്ക് ഏതാ വേണ്ടത്? ശരിയായതാ വേണ്ടത്. അപ്പൊ ശരിയായത് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ഡി 2, 3 ആണ് ശരിയായവ. 2ഉം 3ഉം ആണ് ശരി. അപ്പൊ തെറ്റായി പോയത് ഏതൊക്കെയാ? പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2019 ഡിസംബർ 10-നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയതാണ്. ഇവിടെ എഴുതാൻ കഴിയുമോ നോക്കട്ടെ. ലോകസഭ പാസാക്കിയതാണ് എപ്പോ? 2019 ഡിസംബർ 10. ഓക്കെ, ഇനി രാജ്യസഭ പാസാക്കുന്നത് ഇതേ മാസം ഡിസംബർ 11. ഓക്കെ, ഇനി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് ഡിസംബർ 12. ഓക്കെ, ഇനി നിയമം നിലവിൽ വരുന്നത് അടുത്ത ചോദ്യമുണ്ട്, അതിൽ ഞാൻ പറയാം. അപ്പൊ ഇതൊന്ന് പഠിച്ചേ. ലോകസഭ പാസാക്കുന്നത് 2019 ഡിസംബർ 10, 2019 ഡിസംബർ 11 രാജ്യസഭ, ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓക്കെ, ഇനി നിലവിൽ വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യമാണ്. പിന്നെ ഇതും കൂടി തെറ്റിപ്പോയില്ലേ? കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി അല്ല, പുതുച്ചേരിയാണ്. പുതുച്ചേരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അനുകൂലിച്ചത് ഗോവ, എതിരെ പറഞ്ഞത് കേരളം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നേരത്തെ പറയാഞ്ഞേ. ഏതാണ്? 2020-ലാണ് കേട്ടോ. 2020-ലാണ്. അപ്പോൾ 19 നമ്മൾ ക്യാൻസൽ ചെയ്തു. ജനുവരി 10 ആണോ 12 ആണോ? ഓപ്ഷൻ എ 2020 ജനുവരി 10-നാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഇതാണ് ഓപ്ഷൻസ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ 1 എന്നാണ്. ഇനി നോക്കിക്കോ, ഏതാണ്? ഓപ്ഷൻ ബി 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി 2. ഓക്കെ, അടുത്ത ചോദ്യം. 7ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദങ്ങളാ ചോദിച്ചത്. ഏത് മുതൽ ഏത് വരെ? ഓപ്ഷൻ ഡി 5 മുതൽ 11 വരെയാണ് കേട്ടോ. 5 മുതൽ 11 വരെ. 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് അത് വായിക്കുമ്പോൾ തന്നെ കിട്ടും. വോട്ട് ചെയ്യാനുള്ള അവകാശം, ഓക്കെ. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ശരി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, ഓക്കെ. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ. ഓക്കെ, 10ാമത്തെ ചോദ്യം. ഇന്ത്യൻ പൗരന് എത്ര തരത്തിൽ പൗരത്വം നഷ്ടപ്പെടാം? അപ്പം നേടാൻ കഴിയുന്നത് 5 വിധത്തിലും നഷ്ടപ്പെടുന്നത് എത്ര രീതിയിലാണ്? 3 രീതിയിലാണ്. ഓപ്ഷൻ സി 3 രീതിയിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പരിത്യാഗം, പൗരത്വ അപഹരണം, നിർത്തൽ ചെയ്യുന്നത് മൂലം. ഇതാണ് 3 ഏതൊക്കെയാണ്? ഇവിടെ എഴുതിയാൽ വൃത്തി ഉണ്ടാവില്ല. പരിത്യാഗം, ഓക്കെ, പിന്നെയോ പൗരത്വ അപഹരണം, പൗരത്വ അപഹരണം,
പിന്നെ നിർത്തൽ ചെയ്യൽ. ഓക്കെ, ഇതാണ് 1, 2, 3 രീതികൾ. ഓക്കെ ആണോ? അപ്പോൾ പൗരത്വത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മൗലിക അവകാശങ്ങളിലേക്ക് പോവാം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്, അതായത് തെറ്റായതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 4 എണ്ണം നിങ്ങൾക്ക് കാണാലോ. തെറ്റാണ് വേണ്ടത്. നോക്കൂ, തെറ്റാണ് വേണ്ടത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. 6 ആണോ? അതെ, ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A ശരിയാണോ? അല്ല, ഭാഗം 4A ഭാഗം 4 ഞാനിപ്പോൾ തെറ്റിച്ചേനെ. ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലേ? ഭാഗം 3 പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. അത് ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. അതും ശരി. അപ്പം നമ്മളോട് തെറ്റായതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. കാരണം ഭാഗം 4A ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 44-ാം ഭേദഗതി, 1978 44-ാം ഭേദഗതി. ആ സമയത്ത് ആരായിരുന്നു രാഷ്ട്രപതി? 78 നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. ഓക്കെ, ആ സമയത്തെ പ്രധാനമന്ത്രിയും കൂടി പറയാന്നാല്, ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. അപ്പം നേരത്തെ പഠിച്ചത് മറന്നുപോയിട്ടില്ലല്ലോ. 1976 42-ാം ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഇത് 78 44-ാം ഭേദഗതി സമയത്ത് ആരാണ് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റും ആയിരുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിന് അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത്രയും ശ്രദ്ധിച്ചാലും മതി. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണല്ലേ. ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, പത്രസ്വാതന്ത്ര്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. അത് തന്നെയാണല്ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഓപ്ഷൻ എ ആണ് ആൻസർ. 5-ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നുമാണ്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണ കടം കൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ ബി, അമേരിക്ക. ഓക്കെ, മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാം ഞാൻ സ്പീഡിലാണ് പോകുന്നതെന്ന്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം കുറച്ച് അധികം ചോദ്യങ്ങൾ ഉണ്ടല്ലോ. കുറച്ച് സ്പീഡിൽ പോയാലേ എനിക്ക് തീർക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, 6-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. നോക്കൂ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതേതാണ്? ചൂഷണത്തിനെതിരെയുള്ളത് ഓപ്ഷൻ ബി ഇതിലല്ലേ വരുന്നത്. അപ്പോൾ 1B ആണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അനുച്ഛേദം 23 മുതൽ 24, അതായത് ആർട്ടിക്കിൾ 23, 24. 24 ബാലവേലയൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ചൂഷണത്തിനെതിരെയുള്ളത് ഇതിലാണ് വരിക. അപ്പം ഓപ്ഷൻ ബി, അതായത് 1B വരുന്നത് ഏതേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ബാക്കിയെല്ലാം 1C, 1D, 1A അങ്ങനെയല്ലേ പോകുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കി നോക്കാം. 2, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വരുന്നത് 29 മുതൽ 30 വരെയാണ്. 3, സമത്വത്തിനുള്ള അവകാശം വരുന്നത് 14 മുതൽ 18 വരെ. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 25 മുതൽ 28 വരെ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, മാഗ്ന കാർട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? 7 ഓപ്ഷൻ ബി, മൗലിക അവകാശങ്ങളാണ്. ശരി. 8-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേതെന്നാ ചോദ്യം. ഓക്കെ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം,
അത് 19-ാം വകുപ്പിലാണോ വരുന്നത്? അല്ല. അത് ഏതിലാണ് വരുന്നത്? നമ്മൾ 25 ആ ഒരു ഭാഗത്താണ് ഇത് പറയുന്നത് അല്ലേ. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ പറയുന്നത് നമ്മൾ ആർട്ടിക്കിൾ 25-ലാണ്. ബാക്കിയെല്ലാം അതിൽ വരുന്നതാ. ഇഷ്ടമുള്ള തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യം 19-ൽ വരുന്ന, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ 19-ാം വകുപ്പിന്റെ കീഴിൽ വരുന്നതാ. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ ആണോ? 9-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 12 മുതൽ 35 വരെ പ്രതിപാദിക്കുന്നത് ഏതാണ്? ഇതിപ്പോൾ ഞാൻ മൗലികാവകാശങ്ങളെ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓപ്ഷൻ ഡി, മൗലികാവകാശങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 10-ാമത്തത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദയവും ആത്മാവും എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അംബേദ്കർ ആണ് വിശേഷിപ്പിച്ചത്. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം. 11. താഴെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ശരിയാണ് വേണ്ടത്. നോക്കാം. ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ശരിയാണ്. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. ശരി. അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. അതും ശരിയാണല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്, മുകളിൽ തന്ന എല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. ഓക്കെ, ഇത് ഏത് ഭാഗത്താണ് ഇപ്പൊ പ്രതിപാദിക്കുന്നത് എന്ന് അറിയാവോ? ഭാഗം 12 കേട്ടോ. ഭാഗം 12-ലാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങളിൽ നിന്ന് 11 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നിർദ്ദേശക തത്വങ്ങളിലേക്ക് പോവാം. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ നോക്കൂ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ ഉൾപ്പെടുന്നു. അത് ശരിയാണ്. ഒരു രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. അപ്പം ക്ഷേമരാഷ്ട്രം എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. അതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാൻ കഴിയും എന്നാ പറഞ്ഞത്. കഴിയില്ല, ന്യായവാദാർഹമല്ല എന്നാ നമ്മൾ പഠിച്ചേ. അപ്പൊ തെറ്റാ വേണ്ടത്. 3 എണ്ണം ശരിയാ, 4-ാമത്തതാണ് തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണ്. 2-ാമത്തെ ചോദ്യം. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, KT ഷായ് ആണ് അങ്ങനെ പറഞ്ഞത്. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം മാറാൻ കഴിയുന്ന ചെക്ക് അല്ലെങ്കിൽ നൽകാനാകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് KT ഷാ. 3-ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹം അല്ല എന്ന് പരാമർശിക്കുന്നത്? അപ്പം നമുക്കറിയാം ന്യായവാദത്തിന് അർഹമല്ല ഏത്? നിർദ്ദേശക തത്വങ്ങൾ. പക്ഷെ മൗലികാവകാശങ്ങളോ ന്യായവാദാർഹമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് വരും? അനുച്ഛേദം 37-ലാണ് കേട്ടോ അങ്ങനെ പരാമർശിക്കുന്നത്. അനുച്ഛേദം 37. 4. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഏത്? നമ്മൾ പഠിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങൾ കേട്ടോ. 5-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് വേണ്ടത്. നോക്കൂ. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും അതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് ശരിയാണ്. ബി, ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അതും അതിൽ വരുന്നതാ. നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അത് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതല്ല. അത് നമ്മൾ മൗലിക അവകാശങ്ങളിൽ പഠിച്ചില്ലേ അല്ലേ? മൗലിക അവകാശങ്ങളിലാണ് വരുന്നത്. ഡി നോക്കൂ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും ഇതൊക്കെ ഏതിൽ വരുന്നതാ? നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത്. 6-ാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? മാറിപ്പോവരുത്, നിർദ്ദേശക തത്വങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സ്വരൺ സിംഗ് സപ്രു ആണ് എല്ലാവർക്കും മാറിപ്പോവാറ്. അതുകൊണ്ട്
അതിനി ഒരിക്കലും മാറരുത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, സപ്രു കമ്മിറ്റി. ഞാനൊരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടതാണ്. ഏത് ഈ സ്വരൺ സിംഗ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് സ്വർണം എന്ന് വായിക്കാമല്ലോ. ഈ സ്വർണം വാങ്ങി കൊടുക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ കടമയാണ് എന്ന് കണ്ടതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മൗലിക കടമകൾ എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പം ഇനി അത് മാറിപ്പോകില്ല. അത് ഞാൻ ഏതൊരു സാറിൻ്റെ ഇത് കണ്ടാണ്, എൻ്റെ കോഡല്ല കേട്ടോ. അപ്പം സപ്രു കമ്മിറ്റി ഏതാണ് വരിക? നിർദ്ദേശക തത്വങ്ങളാണ് വരിക. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയും സപ്രുവാണ് മാറിപ്പോവാറ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേട്ടോ. ഇനി 7ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? അപ്പം നമ്മൾ പറഞ്ഞു ഗാന്ധിയൻ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങളൊക്കെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ് ശരിയായ ഉത്തരം. 8 നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ഗോലക്നാഥ് കേസാണ് കേട്ടോ. ഓപ്ഷൻ എ ഗോലക്നാഥ് കേസ്. 9 നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 36 മുതൽ 51 വരെ. അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? അത് ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി ഗോവ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ള. പൗരർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒന്നാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമ സംഹിത സംപ്രാപ്തമാക്കാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു സിവിൽ നിയമ സംഹിത എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, അപ്പം നിർദ്ദേശക തത്വങ്ങളിൽ നിന്നുള്ള 11 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 11 കഴിഞ്ഞു. ഞാൻ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാട്ടോ എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണം ഒരുമിച്ച് ഇടുകയും ചെയ്തത്. ചിലർ ചോദിക്കാറുണ്ട് കുറച്ച് പോരേന്ന്. അതിലും നല്ലത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമല്ലേ ഇനിയുള്ളൂ. എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകാത്തത്. അങ്ങനെയാണ് എനിക്ക് ക്ലാസ് ഇട്ടാൽ പോരെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് ലാസ്റ്റ് മൗലിക കടമകളിലേക്കാണ് പോവാറ്. ഇതും കൂടി ഉണ്ട് കേട്ടോ, സോറി. ഇന്ത്യൻ ഭരണഘടനയിൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ്? അതും ഏത് തന്നെയാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. 12 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മൗലിക കടമകളിലേക്ക് പോവാം. ഓക്കെ, നോക്കൂ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. നോക്കൂ, ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ശരിയാണ് വേണ്ടത്, ഇവിടെ ഇട്ട് വെക്കാം. അപ്പം 4A അതെ, 1 ശരിയാണ്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരർ രാഷ്ട്രത്തോട് നിറവേറ്റുന്ന കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. അതും ശരി. മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതും ശരി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. മൗലിക കടമകൾ തന്നെയാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ എന്നും പറയുന്നത്. 2ാമത്തെ ചോദ്യം, 1976 42ാം ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 10 ആണോ 11 ആണോ? 5, 6 ഒന്നല്ല. 10 ആണല്ലേ. ഓപ്ഷൻ സി 10 ശരിയായ ഉത്തരം. 76 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടമയാണ് എന്ത്? സ്വർണം വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ സി സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ. 4ാമത്തെ ചോദ്യം, 11ാമത് മൗലിക ചുമതല ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? അപ്പോൾ 10 ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 11ാമത്തത് കൂട്ടിച്ചേർത്തതോ 1978
ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. സോറി, 1978 അല്ല, ഇപ്പം തെറ്റിച്ചേനെ, 2002 അല്ലേ. 1978 ഏതാ? 44-ാം ഭരണഘടനാ ഭേദഗതി, സ്വത്തവകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി 2002 കേട്ടോ. 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇല്ലെങ്കിൽ ഇതിപ്പോൾ തെറ്റിച്ചിട്ട് ഞാൻ കമൻറ്റിൽ പോയി ഇടണ്ടേനെ, ഇത് പറഞ്ഞത് ഞാൻ തെറ്റാണ് കേട്ടോന്ന്. അപ്പോൾ ഏതൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം ശരിയുത്തരം അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കേണ്ട അവസ്ഥയാണെന്ന്. മാക്സിമം ഞാൻ തെറ്റുകളില്ലാതെയാണ് ചെയ്യാറ്. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്ന സമയത്താണ് പറഞ്ഞ് നമ്മളോട് തെറ്റിപ്പോവില്ലേ, അങ്ങനെ തെറ്റിപ്പോകുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ തെറ്റുകൾ വരുത്താതെയാണ് മാക്സിമം ചെയ്യാൻ നോക്കാറ് കേട്ടോ. ഓക്കെ, അന്ന് ഏതോ ഒന്ന് തെറ്റിപ്പോയത് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ പിറ്റേന്നത്തെ വീഡിയോയിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ 4-മത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, 86-ാം ഭരണഘടനാ ഭേദഗതി. ഇനി 5, താഴെ തന്നിരിക്കുന്നവയിൽ പൗരരുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വേണ്ടത്. കാണാലോ. ഓക്കെ, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഓക്കെ, ശരി. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും, പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ശരി. നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഏതാണ്? ഓപ്ഷൻ എ വരും. ഇവയെല്ലാം ശരിയാണ്. 6-മത്തെ ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? മൗലിക കടമകൾ എവിടെ നിന്നാണ് നമ്മൾ കണ്ടെടുത്തത്? അതെ, USSRൽ നിന്നാണ്. ഓപ്ഷൻ എ USSR. 7, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പം നമുക്കറിയാം 1976 42 10 വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഏതായിരിക്കും? ആ സമയത്ത് നമ്മൾ ഇന്ദിരാഗാന്ധി പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. 8, മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം. ശ്രദ്ധിക്കുക, പ്രാബല്യത്തിൽ വന്നതാണ്. അതേതാണ്? 1977 ജനുവരി 3-നാണ് പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. 77 ജനുവരി 3. 9, മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. അനുച്ഛേദം ഏതാണ്? ഇതൊന്നും അല്ല, എന്തായാലും ഈ 2 ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് മൗലിക അവകാശങ്ങളാണ്. ഇതാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കേട്ടോ. 51A ഭാഗം 4A ആർട്ടിക്കിൾ 51A കേട്ടോ. 5-1 പോയാൽ 4, എങ്ങനെയെങ്കിലൊക്കെ കണക്ട് ചെയ്തോളൂ. 10-മത്തെ ചോദ്യം, മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ശരിയാ വേണ്ടത് കേട്ടോ. ഓക്കെ, കാണാലോ. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. ഓക്കെ, ശരിയാണ്. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ്. ശരിയാണ്. അല്ല, അതെ ശരിയാട്ടോ. റഷ്യ നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ USSRന്ന്. അപ്പോൾ ശരിയാണ്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. നിലവിൽ ഇപ്പോൾ 11 എണ്ണം ഉണ്ട്. കാരണം 86-മത്തേൽ നമ്മൾ 11-മത്തെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അതും എന്തിൽ വരുന്നത് തന്നെ? ഈ മൗലിക കടമകളിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി 1, 2, 3, 4 ഒക്കെ ശരിയായതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി. വീണ്ടും നമുക്ക് ശരിയായതാ വേണ്ടത്. നോക്കൂ, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4 അനുച്ഛേദം 51A പ്രതിപാദിക്കുന്നു. ഭാഗം 4A എന്നുണ്ട് കേട്ടോ ഇവിടെ, സോറിയേ, ഭാഗം 4A എന്നുണ്ട് കേട്ടോ. ഭാഗം 4A എന്നുണ്ട്. അപ്പോൾ എന്താവും? ശരിയാവും. 86-ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതെ, മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദാർഹം അല്ല. ശരിയാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇവിടെ 4A എന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിച്ചവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. കാരണം എല്ലാ ഏരിയയിലൂടെയും മാക്സിമം ക്വസ്റ്റ്യൻസ് കടന്നു പോയിട്ടുണ്ട്. ഏത്? ഭരണഘടന അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്തിലൂടെ. ഇനി നമുക്ക് ഗവൺമെൻറ് അടുത്തത് ചെയ്യാം. പാർലമെൻറ്റ്, രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി,
പിന്നെ ജുഡീഷ്യൽ, സുപ്രീം കോടതി, ഹൈക്കോടതി, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അടുത്ത സെറ്റിൽ ചെയ്യാം കേട്ടോ. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ട് കൂടി ചെയ്യാം. അപ്പം നിങ്ങളുടെ ഭരണഘടന ഏകദേശം സെറ്റാവും. ഓക്കെ, എനിക്ക് എക്സ്പ്ലനേഷൻ അധികം കൊടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയല്ലേ നമുക്ക് സമയമുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു.